പെൺകുട്ടി നോക്കി നിൽക്കെയായിരുന്നു പ്രതി പ്രസാദ് അരുണിനെ കുത്തിയതെന്ന് സുഹൃത്തും ദൃക്സാക്ഷിയുമായ ആൽഡ്രിഡ്. വെള്ളം അടിച്ച് കഴിഞ്ഞാൽ മെൻ്റലാണ് കാണും. വീട്ടിൽ നിന്ന് എപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പെങ്കൊച്ചിനെ ചുമ്മാ അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പെങ്കൊച്ച് അങ്ങനെയാണ് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പം അനിയനും പെങ്കൊച്ചും കൂടെ കൊണ്ട് കേസ് കൊടുത്തത് ഈ അച്ഛൻ്റെ പേരിൽ, പെണ്ണിൻ്റെ അച്ഛൻ്റെ പേരിൽ. അങ്ങനെ സ്റ്റേഷനിൽ എഴുതി വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടാണ് പെങ്കൊച്ചിനെ ചേച്ചി വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നത് കുറച്ച് നാൾ. ഇന്നലെ ഇപ്പം അങ്ങോട്ടങ്ങോട്ട് വിളിച്ച് ചെല്ലുന്നും പറഞ്ഞ് പോയതാണ്, സംസാരിക്കുന്നും പറഞ്ഞ്. അവിടെ വെച്ചാണ് അന്നേരം ഇങ്ങനെ സംഭവം നടന്നത് ഞാൻ പിന്നെ അറിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിശദീകരണം? നിലവിൽ പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്നലെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി, ഒപ്പം ഈ അരുണിന്റെ ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ വൈകുന്നേരത്തോടുകൂടി മൃതശരീരം വിട്ടുകൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ്. കാര്യം ഇതൊരു കൊലപാതക കേസായതുകൊണ്ട് തന്നെ ഒരു തെളിവുകളും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ശാസ്ത്രീയമായ അന്വേഷണങ്ങളും മറ്റും ഫോറൻസിക് എവിഡൻസുകളും എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ അരുണിന്റെ വീട്ടുകാർ ഇന്ന് രാവിലെയാണ് ഇതിന്റെ പ്രതികരണങ്ങൾ മുഴുവനും നൽകിയത്. അതോടുകൂടിയാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നത്. അതേസമയം ഇന്നലെ ഈ കൃത്യം നിർവഹിച്ച ശേഷം 6:30 കുത്തിക്കൊല്ലുന്നു. അതിനുശേഷം ഇയാൾ നേരെ ചട്ടികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോയി എന്റെ മകളെ ശല്യം ചെയ്ത ആളിനെ ഞാൻ കുത്തിക്കൊന്നു എന്നാണ് അവിടെ നൽകിയ വിവരം. ഇതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് ഈ ബന്ധുക്കളെ സംസാരിച്ചപ്പോഴും, അരുണിന് ബന്ധുക്കളുമായി സംസാരിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുന്നതും. ഇയാൾ ഈ കൊലപാതകത്തിന് 1 മണിക്കൂർ മുമ്പ് ഇരവിപുരത്ത് അരുണിനെ അന്വേഷിച്ചു പോയി. പിന്നീട് ഫോൺ ചെയ്ത് അരുണിനെ അവിടെ വീട്ടിലേക്ക് വരാനും സംസാരിക്കാനുണ്ടെന്നും ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ അരുണിന്റെ അതായത് ഈ കൊലപാതകിയുടെ മകൾ, അരുണിന്റെ പെൺ സുഹൃത്ത്, ആ പെൺകുട്ടിയും അരുണിനെ വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ടു. തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, തനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അച്ഛന്റെ വക ശല്യം രൂക്ഷമാണ് എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. ഇത് രണ്ടും പരിഗണിച്ചാണ് അരുൺ ഇവിടെ എത്തിയത്. ആ സമയത്തേക്ക് ഇയാൾ കരുതിക്കൂട്ടി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന പ്ലാൻ അനുസരിച്ച് കുത്തിക്കൊല്ലുകയാണുണ്ടായത്. ശരി രാജ്കുമാർ.